നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന കൊലപാതകത്തിൽ പ്രതികളെ രക്ഷിക്കാൻ ഡീനും ഹോസ്റ്റൽ വാർഡനുമായ MK നാരായണൻ ശ്രമം നടത്തിയെന്ന് മരിച്ച സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പറയുന്നു. മരണവിവരം മൂടിവെക്കാനും കൊലപാതകം തേച്ചുമാച്ച് കളയാനും മൃതദേഹം ഉടനെ മാറ്റി. മരണവിവരം വിളിച്ചറിയിക്കാനുള്ള ഉത്തരവാദിത്തം പോലും ഡീനിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിനൊരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നെന്ന മറുപടിയാണ് ഡീൻ നൽകിയത്. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ വൈത്തിരി പോലീസിൽ പോയി അന്വേഷിക്കൂ എന്നായി മറുപടി. മുമ്പും ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും പോലീസിലേക്കോ ഉന്നത കേന്ദ്രങ്ങളിലേക്കോ പോകാതെ അധികൃതർ ഒതുക്കി തീർത്തു. നാരായണൻ SFI സംഘടിപ്പിക്കുന്ന പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യവുമാണ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് SFI പൂക്കോട് യൂണിറ്റ് സംഘടിപ്പിച്ച ഷൂട്ടൗട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തത് MK നാരായണനായിരുന്നു. യൂണിറ്റ് സംഘടിപ്പിച്ച ജെൻഡർ ന്യൂട്രൽ ഫുട്ബോൾ മത്സരത്തിൽ സമ്മാനദാന ചടങ്ങിലും ഡീൻ പങ്കെടുത്തു. ചിയർ വിത്ത് SFI പോലുള്ള പരിപാടികളിലും ഇദ്ദേഹം പങ്കെടുക്കാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സർവകലാശാലയുടെ ഉന്നത പദവി വഹിക്കുന്ന ഡീൻ എങ്ങനെ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. കോളേജ് ഹോസ്റ്റലിൽ 3 ദിവസം സിദ്ധാർത്ഥ് മൃഗീയ പീഡനത്തിനിരയായിട്ടും ഒന്നും അറിഞ്ഞില്ലെന്നാണ് നാരായണൻ സർവകലാശാല രജിസ്ട്രാർക്ക് നൽകിയ വിശദീകരണം. സിദ്ധാർത്ഥിൻ്റെ മരണവിവരം മൂടിവെക്കാനും കുറ്റവാളികളെ രക്ഷിക്കാനും ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് കായിക അധ്യാപകൻ കാന്തനാഥാണെന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ T ജയപ്രകാശ് പറയുന്നു. കാന്തനാഥനെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. തുടക്കം മുതൽ വിഷയത്തിൽ സർവകലാശാല അധ്യാപകരുടെ ഭാഗത്തു നിന്നും തണുപ്പൻ മട്ടായിരുന്നു. പ്രതികൾക്ക് സംരക്ഷണ കവചം ഒരുക്കാനാണ് അധ്യാപകർ ശ്രമിച്ചത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിനെതിരെ ഉയർന്നു വന്ന വിദ്യാർത്ഥിനിയുടെ പരാതി. 18-ന് കോളേജ് ഹോസ്റ്റലിലെ ശൗചാലയത്തിൽ മരിച്ച സിദ്ധാർത്ഥിനെതിരെ 19-ന് കോളേജിൽ ലഭിച്ച പരാതി 20-ന് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് കൈമാറി. 26-ന് ആ പരാതിയിൽ ഒരു അധ്യാപിക ഒപ്പിട്ടു. സിദ്ധാർത്ഥ് മരിച്ചതിനാൽ നോട്ടീസ് നൽകി പരാതി പരിശോധിക്കാൻ ICCക്ക് കഴിഞ്ഞില്ല. സംഭവത്തിന് ശേഷവും സിദ്ധാർത്ഥിനെ വേട്ടയാടാനാണ് അധ്യാപകർ ശ്രമിക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു.